ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി ഞാൻ നല്ലൊരു തട്ടുകട റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ പീസ് എഗ് മസാല അല്ലെങ്കിൽ മുട്ട തോരൻ, കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ കുത്തിപ്പൊരി എന്നൊക്കെ പറയുന്ന ഒരു തട്ടുകട സ്നാക്കായിട്ടാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ഓവർനൈറ്റ് വെള്ളത്തിൽ നിന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതിനെ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നല്ല ഫൈനായി ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് വേപ്പില ചെറുതായി അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വഴന്നൊരു ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് നിർബന്ധമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു കളർ കിട്ടാനായിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇനി എരിവ് നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മുട്ടയാണ് ചേർക്കേണ്ടത്. 3-4 മുട്ട ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 വലിയ മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ ഗ്രീൻ പീസിനേക്കാളും കൂടുതൽ മുട്ടയാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മുട്ട ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ഗ്രീൻ പീസ് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഗരം മസാല അതിലേക്ക് ചേർക്കാം. ഇതും ഓപ്ഷണലാണ്. തട്ടുകടയിലും സാധാരണ അതൊന്നും ചേർക്കാറില്ല. നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ചേർത്തതാണ്. ഗരം മസാല അല്ലെങ്കിൽ കുറച്ച് മീറ്റ് മസാല ഒക്കെ വേണമെങ്കിൽ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലാതെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ്. എന്നാലും ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് മാത്രം. ഇനി ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല അല്ലെങ്കിൽ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് നല്ലതായിരിക്കും. അതുപോലെ കുറച്ച് ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മഴക്കാലത്ത് നമുക്ക് വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.